ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വർത്താനം? കുറേ കാലമായില്ലേ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ട്. ഞാനേ പലപ്പോഴും വിചാരിക്കലുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യണം എന്നുള്ളത്. എനിക്ക് മേലാറ്റൂർ പോയാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റണില്ല എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ നമുക്ക് സമയം ഉണ്ടാക്കാം. പക്ഷേ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ലോങ് വീഡിയോ എടുത്തിട്ട് ഇടാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ഭാഗം കുറച്ച് കാലത്തേക്ക് ഒഴിച്ച് വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്കിപ്പോൾ ഇനി വേറെ ഏതിന്ന് എത്ര റീച്ച് കിട്ടിയാലും കന്നാള വീഡിയോ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ചാനൽ എന്ന് പറയുന്നത് തന്നെ 4 ആൾ അറിയൽ തുടങ്ങിയത് ഇങ്ങനെ കന്നാള വീഡിയോ ഇടൽ തുടങ്ങിയപ്പോഴാണ്. നമ്മളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സുഖമാണെന്ന് വിചാരിക്കണം. പിന്നെ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാണ്ട്, നമ്മളെ വെള്ളം മൂരില്ലായിരുന്നു, മൂരിനെ വിറ്റിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാളനെ കൊടുന്നിട്ട് വീഡിയോ ഞാൻ ഇട്ടിക്കണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ശരിക്കും ഓർമ്മയില്ല, കാലം കുറച്ചായില്ലേ. അപ്പോൾ ആ വെള്ള മൂരിനെ വിറ്റിങ്ങാണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു കാള മാത്രമേ ഉള്ളൂ കുടിയിൽ. പിന്നെ എപ്പോഴും ചെയ്യണ പോലെ തന്നെ അതിനെ കഴുകണൊക്കെ വീഡിയോ തന്നെയാണ് ഇതും. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ പുറത്ത് കെട്ടിയിട്ട് അപ്പൂസും ഉപ്പയൊക്കെ കൂടിയിട്ട് കഴുകുകയാണ് കേട്ടോ. നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം, ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ആദ്യം രാവിലെ ആയാൽ കന്നുകൾ പുറത്തേക്ക് കെട്ടും, അവരെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് തന്നെയാണ് നമ്മൾ തൊഴുത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഇവരൊന്ന് വലിയാൻ വേണ്ടിയും കണ്ടേ പുറത്തേക്ക് മാറ്റി കെട്ടുന്ന സമയത്താണ് നമ്മൾ തൊഴുത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ഇത് കാളയായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് എന്താ പറയുക, ഇളക്കം അതൊക്കെ ഒന്ന് കൂടുതലാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇണങ്ങിയിട്ടൊക്കെ. ഇൻസ്റ്റഗ്രാമിലേ ഇവൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, മൂരിനെ കാട്ടുന്നുണ്ട് കണ്ട് ജെയ്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞെല്ലാം നിൽക്കണ്ടായിരുന്നു കണ്ട്. സംഭവം കുഴപ്പമൊന്നുമില്ല, കുറച്ച് അലമ്പൊക്കെ തന്നെയാണെങ്കിലും നമ്മളാണ് ഒറ്റയടിക്ക് അറ്റാക്ക് ചെയ്യൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഏതായാലും ആൾ കൊടുന്ന ആ ഒരു ടൈമത്തേക്കാട്ടിലും ഇപ്പോൾ മാഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ടൊക്കെ ഉണ്ട്. 1-2 പൂട്ടലൊക്കെ പൂട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം നമുക്ക് പോകണമെങ്കിലേ ആരെങ്കിലും ഒന്ന് വേണം തുണക്ക്, അതില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ചളിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കെട്ടാറുണ്ട്. ഞാൻ അപ്പനോട് പറഞ്ഞു, ആ തൊഴുത്തിൻ്റെ തൂണുമ്മയൊക്കെ കെട്ടിയാൽ ഒരൊറ്റ വലിക്കുണ്ടാവും, തൊഴുത്ത് ഇതാ കിടക്കണ കാരണം. അപ്പം ഉമ്മ പറഞ്ഞ് അത് 2 ഭാഗത്തേക്കും കണക്കാക്കി കെട്ടുമ്പോൾ അങ്ങോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തിരക്കടില്ലായിരുന്നെങ്ങാണ്ട് അങ്ങനെ പുറത്ത് കെട്ടിയേക്കാണ്. ഇനിയിപ്പോൾ ഒന്ന് വെയിലൊക്കെ കൊണ്ട് നന്നായിട്ടൊന്ന് വലിയാണ്, ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞാലുള്ളൂ ബാക്കി പരിപാടികൾ പറഞ്ഞാൽ തൊഴുത്തൊക്കെ ഒന്ന് കയറ്റി കെട്ടും. ഇങ്ങനെ പുറത്ത് കെട്ടുമ്പോഴാണ് പിന്നെ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്യുക. ഒന്നുമില്ല, ചാണകം ഒന്ന് കളയുക അങ്ങനെ. ഇപ്പോൾ നമ്മളെ വീട്ടിലേതായാലും ഈ ഒരു കാള മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ചെറിയ കന്നാളൊക്കെ കൊടുന്നിരുന്നു. പിന്നെ എന്നോട് ആരൊക്കെ പറയും ചെയ്ത് എനിക്ക് ചെറുത് വന്നാൽ പറയോണ്ടിട്ടോ എന്നൊക്കെ ഉള്ളത്. ചെറുതിപ്പോൾ കൊണ്ടുവരാത്തോണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഉപ്പേ കുറുന്തോട്ടിൻ്റെ ചൂലുകൊണ്ട് ക്ലീൻ ചെയ്യാട്ടോ, അപ്പോൾ വേഗം തന്നെ ക്ലീൻ ആവും ചെയ്യുന്നുണ്ട്. നല്ല അതങ്ങനെ ഭയങ്കര ഒരു വടി പോലെ ആയതുകൊണ്ടേ നല്ല വൃത്തിക്ക് ആവണുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞേ ഈ ഒരു പഴത്തിൻ്റെ തോല അതിന് കൊണ്ടേ കൊടുത്തായിരുന്നു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഉപ്പ സിറ്റൗട്ടിലിരുന്ന് പഴത്തൊലി നല്ല പഴം തിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി എനിക്ക് തന്നു. എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഭയം ഇല്ലാതില്ലായിരുന്നു. അങ്ങനെ ആ പഴത്തൊലിയൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് കെട്ടും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ ഇത് ഇഷ്ടമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.